കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ട് സംസ്ഥാന മന്ത്രിസഭ. കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമന വ്യവസ്ഥ പ്രകാരം ജോലി നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സർക്കാരിന് നന്ദിയെന്നും CBI അന്വേഷണത്തിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരണമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്ന ബഹുമാന്യായ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ മുഴുവൻ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരും എല്ലാവരോടും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. ഉത്തരപ്പെട്ടത് ഒരു ഉത്തരവിറക്കിയ കേരള സർക്കാരിനോടും അതുപോലെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം തന്നെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സത്യസന്ധമായി അന്വേഷിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ നീതി മാത്രമേ നോക്കുന്നുള്ളൂ. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത പുറത്തു വന്നതാണ്. വിജ്ഞാപനമായി ഇത് പുറത്ത് ഇറങ്ങിയോ? സമഗ്രമായ അന്വേഷണം, അതായത് ഇപ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് കൂടി കുടുംബം അന്ന് ആരോപണം ഉന്നയിച്ചത് നമുക്കറിയാം. അപ്പോൾ ആ തരത്തിലേക്കൊരു സമഗ്ര അന്വേഷണം എന്ന രീതിയിലാണോ ഇത് പോകുന്നത്? അനുജ, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നിരന്തര ആവശ്യമായിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് കോടതിയിലടക്കം പോയിട്ടും അവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിക്കാനായില്ല. അങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ പെൺമക്കളും റാന്നി MLA പഴകുളം മധുവിനൊപ്പം മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കണ്ടത്. അപ്പോൾ അവർക്ക് ലഭിച്ച ഉറപ്പായിരുന്നു CBI അന്വേഷണം പ്രഖ്യാപിക്കുമെന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്തു. അന്വേഷണം CBIക്ക് കൈമാറാനുള്ള നയപരമായ തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടു. ഇനി അതുമായി ബന്ധപ്പെട്ട് 2 നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. വിജ്ഞാപനം പുറപ്പെടുവിക്കണം. ആ വിജ്ഞാപനം മന്ത്രിസഭാ ഉത്തരവിൻ്റെ ഒപ്പം തന്നെ പുറത്തിറങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഉത്തരവ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറുമ്പോഴാണ് അന്വേഷണം CBIക്ക് കൈമാറുന്നതിനുള്ള ഔപചാരികമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇതിനൊപ്പം നവീൻ ബാബുവിൻ്റെ മൂത്ത മകൾ നിരഞ്ജന നായർക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകാനുള്ള തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട്. അതും നേരത്തെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകിയ ഉറപ്പായിരുന്നു. ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് ആശ്രിത നിയമന വ്യവസ്ഥയിലാണ് നവീൻ ബാബുവിൻ്റെ മൂത്ത മകൾ നിരഞ്ജന നായർക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകുന്നത്. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുകയാണ്. ആ കുടുംബത്തിന് നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും പാലിക്കപ്പെടുകയാണ്. അതാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. നവീൻ ബാബുവിന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ മകൾക്ക് നിയമനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.